നമസ്കാരം. അടുത്ത വർഷം നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പിൽ ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ ഗ്രൂപ്പിൽ ഉൾപ്പെടും? ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുകയാണ്. ഇതിനായുള്ള കാത്തിരിപ്പ് ഇനി അധികം നീളുന്നില്ല. ഇത് സംബന്ധിച്ചൊരു നിർണായകമായ തീരുമാനത്തിലേക്ക് പോവുകയാണ്. അമേരിക്കയിലെ ജോൺ എഫ് കെന്നഡി സെന്ററിൽ ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച രാത്രി 10:30 ഇത് സംബന്ധിച്ച് നറുക്കെടുപ്പ് നടക്കുന്നത്. FIFA.com ഫിഫ യൂട്യൂബ് ചാനലിലൂടെയും നറുക്കെടുപ്പ് തത്സമയം കാണാനും അവസരമുണ്ട്. അതായത് വളരെ സുതാര്യമായാണ് ഈ നറുക്കെടുപ്പ് നടക്കുന്നത് എന്നർത്ഥം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ തുടങ്ങിയ പ്രമുഖരും ഈ നറുക്കെടുപ്പിന് നേരിട്ട് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. 48 ടീമുകൾ ആണ് 2026 നടക്കാൻ പോകുന്ന ലോകകപ്പ് ഫുട്ബോളിൽ മാറ്റുരയ്ക്കാൻ തയ്യാറെടുക്കുന്നത്. 64 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഈ നറുക്കെടുപ്പിൻ്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. 48 ടീമുകൾ ആണ് ഉള്ളത് എങ്കിലും നറുക്കെടുപ്പിൽ 64 രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു. ഈ 48 ടീമുകൾ 104 മത്സരങ്ങൾ ആണ് ആകെ കളിക്കുക. ഇതിനായി 16 വേദികൾ ആണ് സജ്ജമാക്കിയിട്ടുള്ളത്. ആ 16 വേദികൾ ഏതൊക്കെ രാജ്യങ്ങളിൽ ആണ്? അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ 3 രാജ്യങ്ങൾ ആണ് ഇത്തവണ ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഇതിൽ മെക്സിക്കോയിലും കാനഡയിലും 13 മത്സരങ്ങൾ വീതമാണ് നടക്കുക. അതിനുശേഷം പിന്നീട് ക്വാർട്ടർ മുതലുള്ള എല്ലാ മത്സരങ്ങളും അമേരിക്കയിലാണ് നടക്കാൻ പോകുന്നത്. അതായത് വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അമേരിക്കയാണ് എന്നർത്ഥം. 2026 ജൂൺ 11 മുതൽ ജൂലൈ 19 വരെയാണ് ഈ മത്സരങ്ങൾ നടക്കാൻ പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചു എത്ര ടീമുകൾ ആണ് മത്സരത്തിൻ്റെ ഭാഗമാകുന്നത് എന്ന്. ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ടീമുകൾ മാറ്റുരയ്ക്കാൻ പോകുന്നത് ഇത്തവണയാണ്. ഇതിനോടകം തന്നെ 42 ടീമുകൾ ഈ മത്സരങ്ങൾക്ക് യോഗ്യത നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി തിരഞ്ഞെടുക്കേണ്ടത് 6 ടീമുകളെയാണ്. അത് മാർച്ച് മാസം ആരംഭിക്കുന്ന പ്ലേ ഓഫ് മത്സരങ്ങളിൽ നിന്നാണ് ആ 6 ടീമുകൾ ആരൊക്കെ എന്ന് അറിയാൻ സാധിക്കുന്നത്. ഈ 6 ടീമുകളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നറുക്കെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ഇനി നമുക്ക് നറുക്കെടുപ്പിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ അതിൽ എടുത്തു പറയേണ്ടത് ഫിഫ റാങ്കിങ് അനുസരിച്ച് ടോപ്പ് സീഡ് ടീമുകൾ എന്ന് പറയുന്ന 4 ടീമുകൾ ഉണ്ട്. അത് അർജന്റീന, സ്പെയിൻ, ഫ്രാൻസ്, ഇംഗ്ലണ്ട് എന്നീ ടീമുകൾ ആണ്. ഈ ടീമുകൾ ആണ് യഥാർത്ഥത്തിൽ ലോകകപ്പിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ക്രൗഡ് പുള്ളർ ടീമുകൾ എന്നുകൂടി നമുക്ക് പറയാം. ഇവരുടെ മത്സരങ്ങൾ കാണാനാണ് ലോകമെമ്പാടുമുള്ള ആരാധകർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടീമുകളെ മത്സരത്തിൻ്റെ അവസാനം വരെ അല്ലെങ്കിൽ ടൂർണമെൻറ്റിൻ്റെ അവസാനം വരെ നിലനിർത്തേണ്ടതുണ്ട്. അപ്പോഴാണ് കാണികൾക്ക് കൂടുതൽ ആവേശം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സെമി പോരാട്ടം വരെ ഈ 4 ടീമുകൾ നേർക്ക് നേർ വരാത്ത ഒരു രീതി നേരത്തെ തന്നെ ഫിഫ അവലംബിച്ചിട്ടുണ്ട്. ഇനി നറുക്കെടുപ്പിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ 48 ടീമുകൾ ആ ടീമുകളെ 4 പോട്ടുകളിലേക്ക് തിരിക്കും. ഈ ഓരോ പോട്ടിലും 12 വീതം ടീമുകൾ ആണ് ഉണ്ടാവുക. ഫിഫ റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ 12 ടീമുകൾ വീതം ഉൾപ്പെടുന്ന 4 പോട്ടുകളെ തരംതിരിക്കുക. ഈ 4 പോട്ടുകളിൽ നിന്നുള്ള ഓരോ ടീമുകളെയും തെരഞ്ഞെടുത്ത് അങ്ങനെ 12 ഗ്രൂപ്പുകൾ ആണ് തയ്യാറാക്കുക. ആതിഥേയരായ കാനഡ, മെക്സിക്കോ, അമേരിക്ക എന്നീ ടീമുകൾക്കൊപ്പം മുൻനിര ടീമുകളായ സ്പെയിൻ, അർജന്റീന, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, പോർച്ചുഗൽ, ബ്രസീൽ, നെതർലൻഡ്സ്, ബെൽജിയം, ജർമ്മനി എന്നിവരാണ് പോട്ട് 1 ഉള്ളത്. പോട്ട് 2 ക്രൊയേഷ്യ, മൊറോക്കോ, കൊളംബിയ, ഉറുഗ്വേ, സ്വിറ്റ്സർലൻഡ്, ജപ്പാൻ, സെനഗൽ, ഇറാൻ, കൊറിയ റിപ്പബ്ലിക്, ഇക്വഡോർ, ഓസ്ട്രിയ, ഓസ്ട്രേലിയ ടീമുകൾ ഉൾപ്പെടുന്നുണ്ട്. പോട്ട് 3 നോർവേ, പനാമ, ഈജിപ്ത്, അൾജീരിയ, സ്കോട്ട്ലൻഡ്, പരാഗ്വേ, ടുണീഷ്യ, ഐവറി കോസ്റ്റ്, ഉസ്ബെക്കിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക ടീമുകൾ ആണ് ഉള്ളത്. പോട്ട് 4 ജോർദാൻ, കോബോ വെർഡെ, ഘാന, കൊറസോവ, ഹെയ്തി, ന്യൂസിലാൻഡ്, യൂറോപ്യൻ പ്ലേ ഓഫ് ABCD വിജയികൾ, ഫിഫ പ്ലേ ഓഫ് ടൂർണമെൻറ്റിൻ്റെ 1, 2 എന്നിവയിലെ വിജയിച്ചെത്തുന്ന ടീമുകൾ ആണ് ഉള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതായത് ഇനി മാർച്ച് മുതലുള്ള പ്ലേ ഓഫ് മത്സരങ്ങളിൽ അടക്കം വിജയിച്ചു വരുന്നവർ ആണ് 6 ടീമുകളായി എത്തുന്നത്. ആ ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള
നറുക്കെടുപ്പാണ് നടക്കുന്നത്. ആ നറുക്കെടുപ്പ് പൂർത്തിയാകുമ്പോൾ മത്സരക്രമം വ്യക്തമാക്കും.